എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു സ്റ്റാർ ഫിഷാണ് ഇവിടെ സ്പ്രൈറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സ്പ്രൈറ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഒരു സ്പ്രൈറ്റിനെ നമ്മൾ തുടർച്ചയായിട്ട് സ്ക്രീനിൽ മൂവ് ചെയ്യിക്കാൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. നമുക്കിതിനൊരു ഗെയിം ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ ഫിഷിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ഹൈഡായി മാറുന്ന രീതിയിലൊരു ഗെയിം ആക്കി മാറ്റാം. ഓക്കെ, നോക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവൻറ്റ്സിനകത്ത് പോയി വെൻ ദി സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് എന്ന കോഡ് ചേർത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്പ്രൈറ്റ് എന്തായി പോകണം? ഹൈഡായി പോകണം. അപ്പോൾ അതിനുവേണ്ടി ലുക്സിൽ പോയി ഹൈഡ് എന്നൊരു കോഡ് എടുക്കുക. ഹൈഡ് എന്ന കോഡ് ഇതിനോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ സംഭവിക്കും? സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്താൽ സ്പ്രൈറ്റ് ഹൈഡായി പോകും. പക്ഷേ ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രൈറ്റ് ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഏത് സ്പ്രൈറ്റും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രൈറ്റിനെ കാണുന്നില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ ഈ ലുക്സിലെ തന്നെയുള്ള ഷോ എന്ന ബട്ടൺ എടുത്ത് ആ ബ്ലോക്ക് എടുത്ത് ഈ ഫ്ലാഗ് ക്ലിക്കിന് താഴെ വെക്കുക. അപ്പോൾ വെൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്ത് ചെയ്തോളും? ഷോ ചെയ്തോളും. സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്താൽ സ്പ്രൈറ്റ് ഹൈഡ് ആയിക്കോളും. ഓക്കെ, നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, ഇതാ സ്റ്റാർ വരുന്നുണ്ട്. നമുക്കതിനെ ക്ലിക്ക് ചെയ്താൽ അത് എന്താവും? ഹൈഡായി പോകും. ഓക്കെ, അപ്പോൾ വീണ്ടും ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർ വരും. അപ്പോൾ നമുക്ക് ഈ കളി നമുക്ക് ജയിക്കാൻ എളുപ്പമാണ്. ഒരു സ്റ്റാർ മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ച് കൂടുതൽ സ്റ്റാർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അപ്പോൾ 2 സ്റ്റാറായി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റാർ ഫിഷ് 1, സ്റ്റാർ ഫിഷ് 2 എന്നത് 2. കോഡ് എഴുതേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിച്ചു? നമ്മൾ നേരത്തെ എഴുതിയ കോഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുത്തത്. ആ സ്പ്രൈറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതുകൊണ്ട് അതോടുകൂടി കോഡും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരെണ്ണൂണി വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 3 സ്റ്റാർ ഫിഷായി. ഓക്കെ, അപ്പോൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ഹൈഡ് ആവുന്നുണ്ട്. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ മൂവ് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡായി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഈ കളി ഒന്നുകൂടി ഡിഫിക്കൽട്ട് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയ്ക്കാം അല്ലേ? ഇപ്പോൾ ഒരു സ്റ്റാർ ഫിഷിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് നമ്മളിപ്പോൾ 100 എന്നുള്ളത് 50 ആക്കാം. ഓരോന്നിൻ്റെയും ഞാൻ 50 ആക്കാണ്. ഞാൻ ഓരോന്നിൻ്റെയും 50 ആക്കാണ്. അപ്പോൾ 50 ആക്കാണ്. ഓക്കെ, ഇനി ഒന്ന് കളിച്ച് നോക്കിയാലോ. ഇപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ വലുപ്പം ചെറുതായി. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ശ്രദ്ധ വേണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊരു ഗെയിം ആക്കി നമുക്ക് മാറ്റാം. നമുക്കൊരു ആകർഷകമായ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ചൂസ് ബാക്ക് ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എന്താ വേണം? ഒരു അണ്ടർഗ്രൗണ്ട്, ഒരു കടലിൻ്റെ ചിത്രമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് അണ്ടർ വാട്ടർ സെലക്ട് ചെയ്യാം. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ഇട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ഇട്ട് വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ കണ്ട സ്റ്റാർ ഫിഷ് മൂവ് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവയെ ഹൈഡ് ആക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും വരും. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ മൗസ് കൺട്രോളൊക്കെ കിട്ടുന്നതിന് നല്ല ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, താങ്ക് യു.